നമ്മൾ കലാം എന്നൊക്കെ സാധാരണ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഗ്രീക്ക് ഫിലോസഫിയുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഗ്രീക്ക് ലോജിക്കിന്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ തത്വശാസ്ത്രപരമായി താർക്കികമായി ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവ് ആവശ്യമാണ് എന്ന് അനുക്രമമായി ഒരു ലോജിക്കൽ സീക്വൻസിലൂടെ സ്ഥാപിക്കുന്ന ഒരു 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 സങ്കേതമാണ് യഥാർത്ഥത്തിൽ കലാം എന്നറിയപ്പെട്ടിരുന്നത്. ഈ സങ്കേതത്തിന് ഇബ്നു തൈമിയ്യയുടെ കാലത്ത് മുസ്ലിം ലോകത്ത് വലിയ പ്രഭാവം ഉണ്ടായിരുന്നു. ഇബ്നു തൈമിയ്യയുടെ വീക്ഷണത്തിൽ അങ്ങനെ ഒരു വ്യായാമത്തിന്റെ, അധ്വാനത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അത് പലപ്പോഴും അപകടകരമാണ് എന്ന് പോലും അദ്ദേഹം കരുതിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് അള്ളാഹു ഉണ്ട് എന്ന കാര്യം, റബ്ബ് ഉണ്ട് എന്ന കാര്യം നമ്മൾ താർക്കികമായ ഒരു മനുഷ്യന് സമർത്ഥിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അള്ളാഹു ഉണ്ട് എന്നത്, ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവ് ഉണ്ട് എന്നത്, അവന് റബ്ബുണ്ട് എന്നത് അവന്റെ ആത്മാവിന്റെ വളരെ നൈസർഗികമായ ഒരു ബോധ്യമാണ്. പ്രകൃതിപരമായി തന്നെ ആ ബോധ്യം അവനിൽ നിലീനമാണ്. അള്ളാഹു മനുഷ്യരുടെ ആത്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു ബോധത്തോടു കൂടിയാണ്. പരിശുദ്ധ ഖുർആനിലെ ഫിത്ര എന്ന് പറയുന്ന പരികല്പന ഇത് വിശദീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം നിരന്തരമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്ത് റൂമിലെ 30-ാമത്തെ വചനത്തിൽ നമുക്കിത് കാണാം. അക്കിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നീ നിന്റെ മുഖത്തെ മതത്തിലേക്ക് അവക്രമായ രീതിയിൽ തിരിക്കുക എന്ന് പറഞ്ഞ ശേഷം ഖുർആൻ പറയുന്നത് ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ, മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള യഥാർത്ഥത്തിലുള്ള സൃഷ്ടി പ്രകൃതമാണത്. ലാ തബ്ദീല ലി ഖൽഖില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ സംസാരിക്കുമ്പോൾ അള്ളാഹുവിന് കീഴ്പ്പെടുക, മതം അനുഷ്ഠിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ശുദ്ധ പ്രകൃതമാണ്. ആ ശുദ്ധ പ്രകൃതത്തെ അള്ളാഹു മാറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മതം അനുഷ്ഠിക്കുമ്പോൾ നിങ്ങളുടെ ശുദ്ധ പ്രകൃതത്തെയാണ് നിങ്ങൾ പ്രിസർവ് ചെയ്യുന്നത്. അള്ളാഹുവിന് കീഴ്പ്പെടുമ്പോൾ, അള്ളാഹുവിനെ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ തന്നെ തേട്ടത്തെയാണ് നിങ്ങൾ നിറവേറ്റുന്നത്. നിങ്ങളുടെ ആത്മാവിനുള്ളിൽ തന്നെ അതിന് സഹജമായി ശക്തമായി ഒരു ആഗ്രഹമുണ്ട്, ഒരു ആവശ്യമുണ്ട്. നിങ്ങളുടെ ആത്മാവ് അതിന് നിങ്ങളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് യഥാർത്ഥത്തിലുള്ള മതം. യഥാർത്ഥത്തിലുള്ള മതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി തന്നെയാണ്. വലാകിന്ന അക്സറൻ നാസിലായ അലമൂൻ, പക്ഷെ മനുഷ്യരിൽ അധിക പേരും ഇത് മനസ്സിലാക്കുന്നില്ല. അവരുടെ ആത്മാവിന്റെ നിലവിളി അവർ കേൾക്കുന്നില്ല എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്.